ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കലാഭവമണി എന്ന പേര് മലയാളികളായിട്ടുള്ള ഒരാളും ഇതുവരെ മറക്കാൻ പാടില്ലാത്തൊരു പേരാണ്, മറക്കിയില്ല. മണിയുടെ കിലുക്കം, മണിയുടെ ചിരി, അത് ഏറ്റവും പ്രധാനപ്പെട്ടാണ്. പിന്നെ അദ്ദേഹത്തിന്റെ നാടൻ പാട്ടുകൾ, അദ്ദേഹത്തിന്റെ കോമഡി. നമുക്കറിയാം ഓണക്കാലത്തൊക്കെ ഈ പറയുന്ന ക്യാസറ്റുകൾ പണ്ട് കിട്ടുമായിരുന്നു. അതിനകത്ത് ഈ പുട്ട് കച്ചവടം അങ്ങനെയൊക്കെ പറഞ്ഞു, ഓണത്തിന്റെ പുട്ട് കച്ചവടം, അതിനകത്തൊക്കെ ഇദ്ദേഹത്തിന്റെ ചിരി കേൾക്കാൻ വേണ്ടിയിട്ട് കാത്തിരുന്ന ആൾക്കാരാണ് ഞങ്ങളെപ്പോലുള്ള ആൾക്കാരൊക്കെ. കൃത്യമായിട്ട് ആ സമയത്ത് നമ്മുടെ ഇന്ന് വീട്ടിൽ അത്ര ഭയങ്കര ഫേമസ് ആയിട്ട് ടി വി ഒന്നും ഉണ്ടാവാതിരിക്കുന്ന സമയത്ത് റേഡിയോ ആണ് നമ്മൾ ആശ്രയിക്കുന്നതെന്ന് പറയുന്നത്. ആ സമയത്ത് ക്യാസറ്റ് തപ്പിപ്പിടിച്ച് അത് കാണുക. പിന്നെ അദ്ദേഹത്തിന് നമുക്കറിയാവുന്ന കാര്യമാണ്, ഓട്ടോ ഡ്രൈവറായിട്ട് അല്ലെങ്കിൽ ഒരു സാധാരണക്കാരിൽ നിന്ന് ഏറ്റവും ഉയരത്തിലെത്തിയ വ്യക്തിയാണ്. പക്ഷെ ആ സമയത്ത് പോലും എളിമ എന്ന് പറയുന്നൊരു കാര്യം, അല്ലെങ്കിൽ സാധാരണക്കാരനായിട്ട് തുടരാനുള്ള ഒരു മനസ്സ്, അത് കൈവിടാത്തൊരു വ്യക്തി, അല്ലെങ്കിൽ ചുരുക്കം ചില നടന്മാരെന്നല്ല, ഏറ്റവും അതിൽ മുന്നിൽ നിൽക്കുന്ന വ്യക്തി തന്നെയാണ് കലാഭവമണി എന്ന് പറയുന്നത്. ഏതോ ഒരു വാരികയിൽ ഞാൻ വായിച്ചിട്ടുണ്ട് സംഭവം, എന്തിലോ ഒന്ന് വായിച്ചതാണ്. അതായത് രജനീകാന്ത് ഏതോ ഒരു സിനിമയ്ക്കകത്ത് ഇദ്ദേഹത്തിന് ഒരു ചെറിയ റോളാണ് സംഭവം, ഒരു കള്ള് ചെത്തുകാരനോ അങ്ങനെ എന്തോ ഒരു വേഷമാണ്. പക്ഷെ ഇദ്ദേഹം വേറൊരു സിനിമയിലോ എന്തോ പ്രശ്നമായതുകൊണ്ട് ഇദ്ദേഹം തന്നെ വിളിച്ചിട്ട് പറഞ്ഞു, വേറെ ആരെങ്കിലും വെച്ചോളൂ, എനിക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ട്, എൻ്റെ പേരിൽ അത് മാറ്റണ്ട എന്നൊക്കെ പറഞ്ഞ സമയത്ത് പിന്നെ അദ്ദേഹം അവിടെ ചെല്ലുന്ന സമയത്ത് ഒരു ദിവസമോ എത്രയോ സമയം രജനീകാന്ത് ഇദ്ദേഹത്തിന് വേണ്ടി ആ ഒറ്റ സീൻ എടുക്കുന്നതിന് വേണ്ടി കാത്തു നിന്നു. അപ്പം അത്രയ്ക്ക് അഭിനയ പാടമുള്ള ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ അത്രത്തോളം ആ ഒരു സ്കില്ലുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം എന്ന് പറയുന്നത്. അതായത് എല്ലാവരുടെ ഇടയിലും ഈ പറയുന്ന തമിഴ് സിനിമയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരുപാട് സിനിമയിൽ ഇദ്ദേഹത്തിനെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പം എല്ലാവർക്കും കിട്ടിയ ഒരു ചാൻസ് അല്ല. ഇതിൽ ആരൊക്കെയോ കൃത്യമായിട്ട് ഇദ്ദേഹത്തിന്റെ വളർച്ചയിൽ അസൂയ പൂണ്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം എന്ന് പറയുന്നത് എനിക്കും തോന്നിയ കാര്യമാണ്. കാരണം ഇദ്ദേഹത്തിന്റെ മരണം അപ്രതീക്ഷിതമായിരുന്നു. പല കാര്യങ്ങളും വായിക്കുന്ന സമയത്ത് ഞാൻ ഞെട്ടലോടെ കേട്ട സമയത്താണ്, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് ഈ കാര്യം എന്ന് പറയുന്നത്. ഒരുപാട് ഞാൻ അറിയാതെ എൻ്റെ കണ്ണ് നിറഞ്ഞൊരു സംഭവമാണ്. അപ്പം വീണ്ടും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഈ കുറച്ചധികം ക്രിമിനൽസ് ഉണ്ട്, അല്ലെങ്കിൽ എല്ലാവരും അല്ല, കുറച്ച് പേരുണ്ട്, ആരെയൊക്കെയോ കൂടുതലായിട്ട് അവരെക്കാൾ ഉയരുന്നത് തടയുന്ന ഒരു ഗ്രൂപ്പുണ്ട്, അല്ലെങ്കിൽ ഞങ്ങളുടേതാണ് എല്ലാം എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടെന്ന് കൃത്യമായിട്ട് മനസ്സിലായ ഒരു കാര്യമാണ്. അപ്പം ഇവരുടെ എല്ലാം കൈകടത്തലുകൾ കൃത്യമായിട്ട് ഇദ്ദേഹത്തിന്റെ മരണത്തിൽ ഉണ്ടോ എന്നുള്ള സംശയം വീണ്ടും ഉയർന്നു വന്ന സമയത്താണ് ഞാൻ പഴയ ഇദ്ദേഹത്തിന്റെ കേസ് കെട്ടുകളുമായിട്ട് ബന്ധപ്പെട്ട പോലീസ് ഓഫീസേഴ്സ് പറഞ്ഞ കാര്യങ്ങളും ഒക്കെ മുന്നോട്ട് വന്ന് എടുത്തു നോക്കിയെന്ന് പറയുന്നത്. അപ്പം അതിൽ കൃത്യമായിട്ട് പ്രധാനപ്പെട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ മുന്നോട്ട് വന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇദ്ദേഹത്തിന്റെ മരിച്ചതിന് ശേഷം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് ബ്ലഡിൽ ഈ ആൽക്കഹോൾ അകത്ത് ചെന്നിട്ട് മരിക്കുന്നവരുടെ റിപ്പോർട്ട് വരുന്ന സമയത്ത്, ബ്ലഡ് കണ്ടന്റ് എടുത്ത് നോക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അതിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കുന്ന സമയത്ത് ഈതയിൽ ആൽക്കഹോളിന്റെ സാന്നിധ്യമാണ് കാണാൻ കഴിയുന്നതെന്ന് പറയുന്നത്, മദ്യം കഴിച്ചവരുടെ എന്ന് പറയുന്നത്. പക്ഷെ ഇദ്ദേഹത്തിന്റെ രക്തത്തിൽ ഈതയിലല്ല കണ്ടത്, മീതയിൽ ആൽക്കഹോളാണ് കണ്ടതെന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഈ തടിയിലൊക്കെ പെയിന്റ് അടിക്കുമല്ലോ, അപ്പോൾ ആ പെയിന്റിന്റെ വീര്യം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടും മറ്റുമൊക്കെ ചേർക്കുന്ന, അല്ലെങ്കിൽ അത് മായ്ക്കുന്നതിനൊക്കെ വേണ്ടി ചേർക്കുന്ന ഭയങ്കര വീര്യം കൂടിയ സാധനമാണ് ഈ മീഥൈൽ ആൽക്കഹോൾ എന്ന് പറയുന്നത്. ഭയങ്കര അപകടകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇതാണ് അദ്ദേഹത്തിന്റെ ശരീരത്തിലുണ്ടായിരുന്നത് ഈ പറയുന്ന മദ്യം എന്നൊക്കെ പറയുമല്ലോ, അതിലൊക്കെ ചേർക്കുന്ന സംഭവമാണ്. അപ്പം ഇതാണ് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് കിട്ടിയത്. പിന്നെ കീടനാശിനി ഉണ്ടായിരുന്നു, എഥനോളിന്റെ കണ്ടന്റ് ഉണ്ടായിരുന്നു, അങ്ങനെ കുറേയധികം എന്താ പറയുന്നത്, വല്ലാത്ത നമുക്ക് സംശയം ഉന്നയിക്കുന്ന തരത്തിലുള്ള കുറേ കാര്യങ്ങൾ പോലീസ് തന്നെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പിന്നെ ഇതിനെയൊക്കെ സാധൂകരിക്കാൻ വേണ്ടി അവർ തന്നെ പറഞ്ഞു വയ്ക്കുവാണ്, അദ്ദേഹം ഈ പറയുന്ന കണക്ക് ലിവർ സിറോസിസ് ഉണ്ടായിരുന്നു, അതിലപ്പുറത്തേക്ക് അദ്ദേഹം ഡയബറ്റിക് ആയിരുന്നു, അപ്പോൾ ഒരു ദിവസം തന്നെ 2 ഗുളിക കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഗുളിക കഴിച്ചതിന് ശേഷം പെട്ടെന്ന് ബിയർ കഴിച്ചു, അത് ഒരുപാട് അളവിൽ കഴിച്ചു, അപ്പോഴത്തേക്ക് വന്ന കോംപ്ലിക്കേഷൻസ് കൊണ്ടാണ് രക്തം ഛർദ്ദിച്ചത്, അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ പറഞ്ഞ് സാധൂകരിക്കുന്ന സമയത്ത് വീണ്ടും നമ്മൾ ഉയരുന്ന ക്വസ്റ്റ്യൻ, പാടിയിൽ അന്ന് അദ്ദേഹം മദ്യപിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനോടൊപ്പം കുറച്ചധികം കൂട്ടുകാരുണ്ടായിരുന്നു. അപ്പം അവരെല്ലാം ഒന്നിച്ചിരുന്ന് ആയിരിക്കുമല്ലോ ഈ കാഴ്ചയെന്ന് പറയുന്നത്. അപ്പം ഇദ്ദേഹത്തിന്റെ ശരീരത്തിൽ മാത്രം എങ്ങനെ ഈ വിഷം ചെല്ലുന്നത്, ബാക്കിയുള്ളവരുടെ ശരീരത്തിലൊന്നും ഈ വിഷം ചെല്ലാത്തത്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ പിന്നെയും സംശയം ഉണർത്തുന്ന കാര്യമാണ്. അപ്പം വീണ്ടും ഇദ്ദേഹത്തിന്റെ കാര്യങ്ങൾ റിപ്പോർട്ടുകൾ നോക്കി പോയ സമയത്താണ് ഇതിനകത്ത് ഇദ്ദേഹം ഒരു ഡിപ്രഷൻ സ്റ്റേജിലായിരുന്നു കുറേ കാലമായിട്ട്. അങ്ങനെ കുറച്ച് ആൾക്കാർ വെളിപ്പെടുത്തുന്നുണ്ട്. വിനയനായാലും തിലകനായാലും ചില ആൾക്കാരെ കുറിച്ച് ഇതിനായിട്ട് കൂട്ടിച്ചേർത്തുകൊണ്ട് ഈ ഇദ്ദേഹത്തിന്റെ കുടുംബമായാലും ദിലീപിനെതിരെ വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഇവർ തമ്മിൽ ഭൂമി ഇടപാടുകൾ ഉണ്ടായിരുന്നു, വല്ലാത്ത രീതിക്ക് ഇദ്ദേഹം ഭൂമി വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ അതുമായിട്ട് ചേർന്ന എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അങ്ങനെയൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട്. അപ്പൊ അത് നോക്കി വന്ന സമയത്താണ് ഈ ഡി സിനിമാസ് എന്ന് പറയുന്നൊരു കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതെന്ന് പറയുന്നത്. അതിലും കൃത്യമായിട്ട് ഒരുപാട് തരത്തിലുള്ള അലിഗേഷൻസ് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതായത് മറ്റ് ആരുടെയോ പേരിലായിരുന്ന ഒരു വസ്തു അല്ലെന്നുണ്ടെങ്കിൽ അവിടെ പാഴ്വസ്തുവായിട്ട് കിടന്നിരുന്ന, അല്ലെങ്കിൽ മാറ്റിയിരുന്ന വസ്തു പിന്നീട് ഒറ്റ നിമിഷത്തിൽ ദിലീപിന്റെ പേരിലേക്ക് മാറുന്നു, പെട്ടെന്ന് അവിടെ ഒരു കോംപ്ലക്സ് ഉയർന്നു വരുന്നു, ഒരു ഡി സിനിമാസ് ആയിട്ട് മാറുന്നു, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഇതെല്ലാം നോക്കുന്ന സമയത്ത് എന്തൊക്കെയോ എവിടെയൊക്കെയോ പൊരുത്തപ്പെടാത്ത ചില കാര്യങ്ങൾ എനിക്ക് തോന്നിയത് നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് തോന്നിയത് കൊണ്ടാണ്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കൂടുതൽ കാര്യങ്ങൾ അറിയാമെങ്കിൽ പറഞ്ഞു തരുമ്പോൾ നമുക്കത് ക്ലാരിഫിക്കേഷൻ ആവുമല്ലോ. അത് എൻ്റെ സംശയങ്ങളാണ് ഞാൻ ഉന്നയിക്കുന്നതെന്ന് പറയുന്നത്. ആ സംഭവങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇന്ന് പുതിയൊരു സംഭവം കാണുന്നത്. അതായത് സിനിമാ ഫീൽഡിൽ ഒരു പവർ ഗ്രൂപ്പ് കൃത്യമായിട്ടുണ്ടായിരുന്നെന്ന്
നമ്മുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നത് മുതൽ പറയാണ് കുറേ ഊഹാപോഹങ്ങളാണ്, കുറേ പേരാണ്. പക്ഷെ ഇന്ന് പുറത്തു വന്നത് അതിൻ്റെ തലവനായിട്ട് ഇന്നല്ലെങ്കിൽ ഒരു സമയം വരെ വർത്തിച്ചിരുന്നത് ദിലീപ് ആയിരുന്നു എന്നൊരു കാര്യം. ആ സമയത്ത് എനിക്ക് പേഴ്സണലി യോജിക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ് അദ്ദേഹം എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കുറേയധികം കാര്യങ്ങൾ ഇതുപോലെ പിന്തുടർന്ന് വായിച്ചപ്പോഴൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല, ഒരു തരത്തിലും ഇഷ്ടപ്പെട്ടില്ല. അല്ലെങ്കിൽ തന്നെ കോമൺ സെൻസ് ഉള്ള ഒരു വ്യക്തിക്ക് മനസ്സിലാക്കാൻ പറ്റും അദ്ദേഹത്തിൻ്റെ രീതികൾ, പെരുമാറ്റം. കുറേ ആൾക്കാർ വന്നിട്ട് അദ്ദേഹത്തിനെ യോജിച്ചുകൊണ്ട് പുകഴ്ത്തുന്ന കുറേ കാര്യങ്ങൾ, വീഡിയോസൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതിനോടൊന്നും പേഴ്സണലി നമുക്കൊരു ഒപ്പീനിയൻ കാണില്ല. ആ ഒപ്പീനിയനാണ് പറയുന്നത്, അവരുടെ ഒപ്പീനിയൻ അവരുടേതായിരിക്കട്ടെ. അപ്പം എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്, ഈ നടി ആക്രമിക്കപ്പെടുന്ന സമയം അല്ലെങ്കിൽ അദ്ദേഹം അതിനു മുമ്പുണ്ടായിരുന്ന കുറേയധികം സ്റ്റേജ് ഷോസ് ഇതൊക്കെ എടുത്ത് ഞാൻ കണ്ടിട്ടുള്ള വ്യക്തിയാണ്. അപ്പം അതിനകത്ത് ഇവർ തമ്മിലുള്ള ഒരു അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ എന്തായിരുന്നു എന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതിനുശേഷം പല ആൾക്കാർ വന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ചുകൊണ്ടാണ് എനിക്ക് അദ്ദേഹത്തിനോടുള്ള ആ ഒരു എന്ത് പറയുന്നത്, ഒരു അകൽച്ചയെന്നല്ല, അദ്ദേഹത്തിൻ്റെ സിനിമകളെ പോലും വെറുത്തു തുടങ്ങി എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഊഹിക്കാൻ പറ്റത്തില്ല. അതായത് ഇദ്ദേഹമാണ് കുറ്റാരോപിതനായിട്ടുള്ള വ്യക്തി, അത് മറ്റേ ആക്രമിക്കപ്പെട്ട നടിയുടെ പേര് പറഞ്ഞുകൂടല്ലോ, ആ ഇര, ആ പെൺകുട്ടി, രണ്ടുപേരും അമ്മാ സംഘടനയിലെ പെട്ട ആൾക്കാർ. പക്ഷെ അതിനുശേഷം വന്നിട്ടുള്ള വീഡിയോസ് ഉണ്ട് ഈ കമ്മിറ്റി കൂടുന്നതിൻ്റെയൊക്കെ, അതൊക്കെ കൃത്യമായിട്ട് ഞാൻ എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിനകത്തെല്ലാം നമ്മൾ കാണുന്നതാണ്. ഇദ്ദേഹത്തിന് വീണ്ടും അവിടെ തന്നെ ഇരുത്തിക്കൊണ്ടാണ് സമ്മേളനങ്ങളും എല്ലാം നടന്നിട്ടുള്ളത്. ആ സമയത്ത് മീഡിയ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് അവിടെ മുകേഷും ഗണേഷും ഒക്കെ ഭയങ്കരമായിട്ട് ദിലീപിന് വേണ്ടിയിട്ട് ഘോരം വാദിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. അതൊക്കെ പോട്ടെ, പിന്നീട് ഭയങ്കര സംഘർഷം ഉണ്ടാകുന്ന സമയത്ത് അദ്ദേഹത്തിനെ മാറ്റിയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, ആ ഇൻസിഡന്റ് ഉണ്ടാവുന്ന ടൈമിൽ തന്നെ ആ അതിജീവിത എന്ന് തന്നെ അവളെ പറയണം, ആ പെൺകുട്ടി അതിനെതിരെ കൃത്യമായിട്ട് നടപടിയായിട്ട് മുന്നോട്ട് പോയി. ആ മുന്നോട്ട് പോയിട്ട് എത്ര വർഷമായി? ആ സെക്കൻഡിൽ തന്നെ പറഞ്ഞിട്ടുള്ള കേസ് എടുത്തിട്ടുള്ള ആ പെൺകുട്ടിക്ക് ഇത്രയും വർഷം കഴിഞ്ഞ് നീതി ലഭിച്ചില്ലെങ്കിൽ 15-16 വർഷങ്ങൾക്ക് മുൻപ് നടന്നിട്ടുള്ള ആൾക്കാർ ഇന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വന്ന് പറഞ്ഞ കാര്യങ്ങൾ പുറത്തു വരുന്ന സമയത്ത് എത്ര നീതി കിട്ടുമെന്ന് നമ്മൾ വിശ്വസിക്കാനുള്ളത്? എനിക്കൊരു വിശ്വാസമല്ല ഇതിലൊക്കെ നീതി. ഇതൊക്കെ ഈ പറയുന്ന തെളിഞ്ഞ് മാഞ്ഞ് പോകുന്നൊക്കെ പറയത്തില്ല, അതുപോലെ അങ്ങ് പോണത് കാണാൻ പറ്റും. പിന്നെ വീണ്ടും അതിൽ ദേഷ്യം വന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, ആദ്യത്തെ നമ്മൾ അതിൻ്റെ റിപ്പോർട്ട് എടുത്ത് വായിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇതിനകത്ത് നാദൃശ, സിദ്ദിഖ്, ഇടവേള ബാബു, ഭാമ, ബിന്ദു പണിക്കർ ഇവരൊക്കെ കൃത്യമായിട്ട് ഇതിൽ ഇരയാക്കപ്പെട്ട നടി ആ പെൺകുട്ടിക്ക് യോട് ഈ ദിലീപിന് ദേഷ്യം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ വൈരാഗ്യം ഉണ്ടായിരുന്നു, അവളെ ഞാൻ കണ്ടു കഴിഞ്ഞാൽ പച്ചയ്ക്ക് കത്തിക്കും, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുമായിരുന്നു എന്നുള്ള കുറേയധികം കാര്യങ്ങൾ ഇത്രയും പേര്, ഇതിൽ കൂടുതൽ ആൾക്കാരുണ്ട്, എന്നാലും പ്രധാനപ്പെട്ട ആൾക്കാരെയാണ് പറയുന്നത്. ഇവരൊക്കെ പോലീസിനോട് മൊഴി നൽകിയ ആൾക്കാരാണ്. പക്ഷെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അവരെല്ലാവരും കൂറുമാറിയ വ്യക്തികളായിട്ട് മാറുന്നു. ആ കൂറുമാറിയതിന് ശേഷം കൃത്യമായിട്ട് ഈ ആരോപിതനായിട്ടുള്ള വ്യക്തിയുടെ തോളിൽ കൈയിട്ടുകൊണ്ട് നടക്കുന്നു. മറ്റേ ഇരയാക്കപ്പെട്ട പെൺകുട്ടിയിൽ നിന്ന് മാറി നടക്കുന്ന കാര്യങ്ങളും ആ പെൺകുട്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു മൂളയുള്ള ഒരാൾക്ക് മനസ്സിലാക്കാൻ പറ്റും, ആദ്യമേ ഈ ദിലീപിനെതിരെ ഇവരെല്ലാം കൂടി ചേർന്നിട്ട് മൊഴി നൽകിയതാണ്. അപ്പം ദിലീപ് കുറ്റക്കാരനല്ലെങ്കിൽ, ഇപ്പം എൻ്റെ പേരിലാണ് ഇങ്ങനെ ഒരു അലിഗേഷൻ എൻ്റെ കൂട്ടുകാരായിട്ട് നടന്നിരുന്ന കുറച്ച് പേര് നടത്തുന്നതെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് ഇത്രയും വലിയ അലിഗേഷനാണ്, ഞാൻ പിന്നെ ജന്മത്തെ അവരുടെ അടുത്ത് മിണ്ടത്തില്ല. പക്ഷെ ഇവിടെ നടന്നതെന്ന് പറയുന്നത്, അടുത്തൊരു ദിവസം വരുന്ന സമയത്ത് ഇവരെല്ലാം കൂടെ അയ്യോ ഞങ്ങൾക്ക് തെറ്റിപ്പോയെന്ന് പറഞ്ഞ് തിരുത്തി പറയുന്ന സമയത്ത് അവരേക്ക് ചേർത്ത് പിടിക്കുകയാണ്. അതിലാണ് എൻ്റെ ആദ്യത്തെ സംശയം എന്ന് പറയുന്നത്. നട്ടലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ, കുറച്ച് ആത്മാഭിമാനമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഇനി മേലെ എൻ്റെ മുന്നിൽ വരരുതെന്നേ പറയത്തുള്ളൂ. പക്ഷേ ഇവരെല്ലാം ഒരു കോമ്പിനേഷൻ ടീമായിട്ട് നടക്കുന്നതാണ് കാണുന്നത്. പിന്നെ പല സ്ഥലത്തും ഞാൻ വായിച്ചു, ഭാമ അതിനകത്ത് ഉണ്ടായിരുന്നതാണ്. ഭാമയുടെ കല്യാണ സമയത്ത് നമ്മുടെ ദിലീപും കാവ്യമാധവനും ഒരുപാട് സഹായങ്ങൾ ചെയ്തു എന്നൊരു സംഭവം ഞാൻ വായിക്കണ്ടേ. അവർ തന്നെ പറഞ്ഞൊരു സംഭവത്തിനകത്ത് വായിക്കുക കാണുകയും ചെയ്തതാണ്. അപ്പം ഇതിന് ശേഷം വരുന്ന സംഭവം ആയതുകൊണ്ട് തന്നെ അതിനെനിക്ക് ചേർത്ത് വായിക്കാനാണ് ആ സമയത്ത് തോന്നിയെന്ന് പറയുന്നത്. അങ്ങനെ കുറേ കാര്യങ്ങൾ. പിന്നീട് ഈ നടിയെ തന്നെ ഈ ഒരു മലയാള സിനിമയിൽ നിന്ന് മാറ്റി നിർത്തുന്നത് പോലെ എനിക്ക് പേഴ്സണലി തോന്നിയ കാര്യമാണ്. കാരണം അതുവരെ ആ സിനിമാ ഫീൽഡിൽ നിറഞ്ഞിരുന്ന വ്യക്തിയാണ്. പക്ഷെ പിന്നീട് എങ്ങനെയോ മാറ്റപ്പെടുന്നു, ഇവൾക്ക് സപ്പോർട്ട് ചെയ്ത ആൾക്കാരെല്ലാം മാറ്റപ്പെടുന്നു, ഇവരപ്പോഴും ഒരു ടീമായിട്ട് വർത്തിക്കുന്നു. പിന്നെ നമുക്കറിയാം 2020 പോലെ ഒരു സിനിമ മലയാള ഫീൽഡിലെ താരസംഘടനയിലെ എല്ലാ ആൾക്കാരെയും ഒത്തുചേർത്തുകൊണ്ട് അങ്ങനെ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ആ നടൻ്റെ മൂല്യം എന്താണ്, അല്ലെങ്കിൽ ആ നടൻ്റെ അവിടുത്തെ പവർ എന്താണെന്ന് നമുക്ക് തന്നെ ആലോചിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പം ഇങ്ങനെ കുറേ കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത് ഈ ഒരു മലയാള സിനിമയിൽ ഇത്രയും വൃത്തിയിട്ട കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എല്ലാം ഞാൻ പറഞ്ഞു. എത്രയോ പാവപ്പെട്ട ആൾക്കാരുണ്ട്, പക്ഷെ അവർക്ക് കൂടി ചീത്തപ്പേര് കേൾപ്പിക്കുന്ന തരത്തിലേക്ക് ഇപ്പം തന്നെ നമ്മൾ പറഞ്ഞു. ഇതിൽ മെഗാ സ്റ്റാറുകളായിട്ടുള്ള അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാറുകളായിട്ടുള്ള മമ്മൂട്ടി, മോഹൻലാൽ ഇവർ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ആ പ്രതികരണ ശേഷി ഇല്ല എന്നുള്ള കാര്യം കരകളിലേക്ക് അല്ലെങ്കിൽ നാടുകളിലേക്ക് പോലും പോയിട്ടുണ്ട്. നമ്മുടെ ഈ പറയുന്ന തമിഴ് ഇൻഡസ്ട്രി അതിനകത്ത് കൃത്യമായിട്ട് വിശാലം എന്ന് പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു വിഷയം അതിഗൗരവമായിട്ടുള്ള വിഷയമാണ്. അപ്പം ഞങ്ങളുടെ ഈ ഒരു തമിഴ് ഫീൽഡിലും ഇതുപോലുള്ള സംഘടന രൂപീകരിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് ചെയ്യാൻ അവർ തയ്യാറായിട്ട് മുന്നോട്ട് വരുവാണ്. ആ സമയത്ത് വിശാൽ പറഞ്ഞൊരു കാര്യമുണ്ട്, മമ്മൂട്ടി, മോഹൻലാൽ ഈ കാര്യത്തിൽ സംസാരിക്കാതിരുന്നു, പക്ഷെ ഇനിയെങ്കിലും അവർ പ്രതികരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പം
ഇവരുടെ ഒരു സ്ഥാനം എന്ന് പറയുന്നത് ഈ പറയുന്ന മലയാള ഫീൽഡിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല, ഇന്ത്യ മൊത്തത്തിൽ നിൽക്കുന്നത് തന്നെയാണ്. ഇന്ത്യയിൽ എല്ലാവർക്കും അറിയാവുന്നതല്ല, അല്ലെങ്കിൽ ലോകത്തിൽ എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പം അവരിങ്ങനൊരു ക്രൂഷ്യൽ മൊമെൻറ്റിൽ അവരുടെ ഒരു എന്താ പറയുന്നത് സ്റ്റാൻഡ് വ്യക്തമാക്കാതിരിക്കുന്നത് വളരെ മോശപ്പെട്ടൊരു കാര്യം തന്നെയാണ്. കാരണം ഇത്രയും വലിയ താരങ്ങളാണ്. അപ്പം ഇത്രയും സംഘടനയുടെ തലപ്പത്തിരുന്നൊരു വ്യക്തി പെട്ടെന്ന് രാജിവെച്ച് മാറിയതുകൊണ്ട് അദ്ദേഹത്തിന് ആ പറയാനുള്ള കടമ ഇല്ലാതായി പോകുന്നില്ല, പറയുക തന്നെ ചെയ്യണം. അപ്പം ഇതിന്ന് മനസ്സിലാക്കാൻ പറ്റും, ഇവരൊരു ഗ്രൂപ്പുണ്ട്, ആ ഗ്രൂപ്പിൽ ഒരുപാട് വ്യക്തിബന്ധങ്ങളുണ്ട്, ആ വ്യക്തിബന്ധങ്ങളെ തകർക്കാൻ അവർക്ക് ഇഷ്ടപ്പെടുന്നത്. പക്ഷേ ഇവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഇപ്പം കൊച്ചച്ചൻ അല്ലെങ്കിൽ കുഞ്ഞമ്മ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ആവട്ടെ, ബന്ധുക്കൾ, ആണുങ്ങളായിട്ടുള്ള ഏതെങ്കിലും ബന്ധങ്ങൾ, ഇപ്പം ഇപ്പം എനിക്കൊരു മോളുണ്ട്. അപ്പോൾ ആ മോളെ ഇപ്പം എൻ്റെ ഏറ്റവും ബന്ധത്തിലുള്ള ഒരാൾ ഏതെങ്കിലും തരത്തിൽ ചൂഷണം ചെയ്തു കഴിഞ്ഞാൽ ഞാൻ അവിടെ ബന്ധം നോക്കത്തില്ല, കാരണം എൻ്റെ മോളാണത്. സ്വാഭാവികമായിട്ട് കർണക്കുറ്റിക്ക് കൊടുക്കും, സ്വീകരിക്കേണ്ട നടപടി വരും, മുഖത്തടിച്ച് പറയേണ്ട കാര്യങ്ങൾ ഞാൻ മുഖത്തടിച്ച് പറയും. അപ്പോൾ അമ്മ സംഘടനയെ ഈ പറയുന്ന വലിയൊരു സംഘടനയായിട്ടും ഒരു അമ്മയായിട്ടും അതിനകത്ത് എല്ലാവരെയും മക്കളായിട്ടോ അല്ലെങ്കിൽ ബന്ധുക്കളായിട്ടാണ് അല്ലെങ്കിൽ കുട്ടികളുമായിട്ടാണ് കരുതുന്നതെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അല്ല, ഒരു കുട്ടിക്ക് ഇത്രയും വലിയൊരു ദോഷം വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും സംസാരിക്കണം. അപ്പോൾ ഇത്രയും പേർക്ക് വരുന്ന സമയത്ത് അതിൽ എന്തൊക്കെയോ കാര്യങ്ങളുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഉചിതമായ വിധത്തിൽ കാര്യഗൗരവത്തോടെ സംസാരിക്കാനുള്ളൊരു കാര്യബോധമെങ്കിലും ഒരു പുറത്ത് കാണിക്കണം. അപ്പോൾ ഇതൊന്നും കാണിക്കാതിരിക്കുന്ന സമയത്ത് എല്ലാവരും ഒരു ടീമാണ്, ആർക്കും ആരെയും പിണക്കാൻ പറ്റത്തില്ല. പക്ഷെ ആരുടെയൊക്കെയോ ജീവിതങ്ങൾ തകരുന്നുണ്ട്, എന്തൊക്കെയോ നടക്കുന്നുണ്ട്, ഇവിടെ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്, ഒരു പവർ ടീമോ എന്തൊക്കെയോ ഉണ്ടെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, ആർക്കൊന്നും പറ്റത്തില്ല. പക്ഷേ ഇതിനിടയിൽ നശിച്ചു പോകുന്ന ഒരു സിനിമാ വ്യവസായമുണ്ട്, ഇതുവരെ കരിപ്പിടിപ്പിച്ചു കൊണ്ടുവന്നൊരു വ്യവസായം. അതിൽ കുറേ ക്രിമിനൽ സംഘങ്ങൾ ചേർന്നുകൊണ്ട് ആ ഒരു വ്യവസായത്തെ അല്ലെങ്കിൽ ആ ഒരു ഫീൽഡിനെയാണ് തകർക്കുന്നതെന്ന് പറഞ്ഞത്. അപ്പോൾ അത് ഇനി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വരണമെന്നുണ്ടെങ്കിൽ ഇതിൽ കുറ്റം ചെയ്യാത്ത ആൾക്കാർ സ്വന്തമായിട്ട് അവർക്ക് കാണുമല്ലോ, ഒരു വ്യക്തിത്വ ബോധം കാണുമല്ലോ, ഞാനിതിലൊന്നും ഉൾപ്പെട്ടില്ല എന്ന സ്വബോധം കാണുമല്ലോ, അങ്ങനെയുള്ളവർ മുന്നോട്ട് വരിക, എന്നിട്ട് സിനിമ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വരിക. ഇത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇത് തകർത്തടിഞ്ഞ് ഈ ഒരു സിനിമാ ഫീൽഡ് എന്ന് പറയുന്നത് ഇല്ലാതായി തന്നെ പോവുകയാണ് ചെയ്യുന്നതെന്ന് പറയുന്നത്. ഇനിയെങ്കിലും ഇങ്ങനെയുള്ള അതിജീവിതകൾ ഇനി ഉണ്ടാവാതിരിക്കട്ടെ, ഈ പറയുന്ന കുറ്റാരോപിതർ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പ്രത്യാശിക്കാൻ പറ്റുള്ളൂ.